പ്രൊഡക്ഷൻ്റെ ഹാസൽസ് അഭിനയിക്കുന്ന സമയത്ത് പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ടോ? എനിക്കങ്ങനെ സി പ്രൊഡക്ഷൻ ഇസ് എൻ എക്സ്പീരിയൻസ്, മനസ്സിലായി. ബിക്കോസ് ഞാൻ ചാനലായിരുന്നപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് പ്രൊഡക്ഷനാണ്. ബിക്കോസ് നമുക്ക് ഇന്ന ബഡ്ജറ്റിനുള്ളിൽ ഇന്ന ഒരു സാധനം തീർക്കണം, അത് സ്മോൾ സ്ക്രീനിൽ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ വി ഹാവ് ബീൻ ഹാൻഡ്ലിങ് ദിസ് പ്രൊഡക്ഷൻ ഓവർ മെനി ഇയേഴ്സ്. അത് ഈ സ്ക്രീനിലാണെങ്കിൽ അപ്പം എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക, അതിനകത്ത് നിർത്തി ഇത് ചെയ്യുക, അതെങ്ങനെ സെല്ല് ചെയ്യണമെന്ന് അറിയുക. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ ഈസി ആയിട്ട് ചെയ്യും. അതുകൊണ്ട് എനിക്ക് വലിയൊരു ടെൻഷൻ ഇതിൽ ഉണ്ടാവാറില്ല. ബിക്കോസ് നമ്മളത് നിർത്തി എക്സിക്യൂട്ട് ചെയ്യാനൊരു ടീം വേണം എപ്പോഴും. ആ എക്സിക്യൂഷൻ ടീം ഡെയിലി അപ്ഡേറ്റ് തന്നുകൊണ്ടിരുന്നാൽ നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. ഈവൻ നമ്മൾ കേരളത്തിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും അതിനൊരു കോണ്ടിജൻസി മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കോണ്ടിജൻസി വെച്ചുകൊണ്ട് തന്നെയാണ് ആ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുന്നത്. ഇത്ര ദിവസം മഴ വന്നില്ലെങ്കിൽ അത് സേവിങ് ആയിട്ടാണ് എൻ്റെ ബിസിനസ് പ്ലാനിൽ നിൽക്കുക. അതും കൂടെ ഫോർസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൊണ്ട് ആ ടെൻഷൻ നമുക്ക് മഴ പെയ്താലും കോണ്ടിജൻസി ഇത്ര എടുത്തോളൂ എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. 8 ദിവസം കൂടുതൽ മഴ പെയ്യുമ്പോഴാണ് നമുക്ക് ടെൻഷനാണ്. അവിടെ പ്ലാനിങ്ങിൻ്റെ മിസ്റ്റേക്കിലേക്ക് പോകും. ബിക്കോസ് പ്ലാൻ ബി എപ്പോഴും വേണം. നമുക്ക് മഴ പെയ്താൽ ഷൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ബി. സോ ഐ ബിലീവ് ഇൻ ടീം പ്ലാനിങ് കംപ്ലീറ്റ്ലി. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഈ പുതിയ ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അറിയാണ്ട് പോയി പോകുന്നത്. എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ അവർ റിപ്പോർട്ടിങ് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ. ഞാൻ ഒരു സീനിയർ ഡയറക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കിയിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. ഐ ഹാവ് ടു ഗിവ് ഡ്യൂ റെസ്പെക്ട്സ് ടു സീനിയോറിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ കൊണ്ടുതരുന്ന പ്ലാൻ അവർ നമുക്ക് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് തുടങ്ങുമ്പോഴത്തേക്കുള്ള ഒരു ഫ്രീഡം നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് ടെൻഷനില്ല, നമുക്ക് അഭിനയിച്ചാൽ മതി. ബിക്കോസ് എവറിത്തിങ് ഇസ് സെറ്റ്, അതിനുള്ള പ്ലാൻ ആയി കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ അഭിനയിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഭാഗം മാത്രമാണ് ഈ സിനിമയിൽ കണ്ടത്. ഓവറോൾ സിനിമ കണ്ടിട്ടുള്ള ഒരേ ഒരാൾ, ബിക്കോസ് ബാക്കി 22ഓളം ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്, വന്നും പോയി നിൽക്കുന്നുണ്ട്. രഞ്ജിയേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറുണ്ട്, ലാലേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറുണ്ട്. പക്ഷേ ഓവറോൾ സിനിമയിൽ നായകനാണ്, നായകൻ്റെ പെർസ്പെക്റ്റീവിലാണ് കംപ്ലീറ്റ് സിനിമ പോകുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഈ സിനിമ എന്തുകൊണ്ട് ആളുകൾ കാണണം, വാട്ട് ഈസ് ഒരു സിനിമാകാരൻ? ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത്, ഇത് മറ്റ് സിനിമയെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള സിനിമകൾ പോകുന്ന പോലെ അല്ല ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. അത് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാധാരണ ഒരാൾ സിനിമ ബേസ് ചെയ്തുള്ളൊരു സിനിമ പറയാൻ വരുമ്പോൾ തന്നെ ഞാൻ പറയും എനിക്കത് താല്പര്യമില്ല എന്ന് പറയും. കാരണം ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് വീണ്ടും വീണ്ടും ഒരേ സാധനം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം. പക്ഷേ ഈ സിനിമയുടെ അകത്തല്ല, ഈ സിനിമയുടെ അകത്തുള്ള വളരെ കുറച്ച് കാര്യങ്ങളും, എന്നാൽ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ലൈഫ് ടച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ കഥ പോകുന്നത്. പക്ഷേ ഇതിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഒരു സാധാരണക്കാരനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഒരു സാധാരണക്കാരനെ എങ്ങനെ, അവിടെ അയാൾ സിനിമാക്കാരനൊന്നുമല്ല, അവിടെ ഒരു സാധാരണക്കാരനാണ്, മനുഷ്യരാണ്. ആ പ്രശ്നം ഒരു സിനിമാക്കാരന് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ ഇത് ഒരിക്കലും സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയല്ല. ഒരു സിനിമാക്കാരൻ എന്ന് പറയുന്നത് ഒരു കാർപ്പൻറ്റർ എന്ന് പറയുന്ന പോലെ തന്നെ അയാളുടെ ജോലി അല്ലേ, അത്രയേ ഉള്ളൂ. ഒരാളുടെ ജീവിതമാണ്. അയാൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ്. മ്യൂസിക്കിനെ കുറിച്ച്, മ്യൂസിക് ഇതിൽ 3 പാട്ടുകൾ ആണ്. എനിക്ക് തോന്നുന്നു 3 പാട്ടുകളാണ് ഉള്ളത്. ഇനിയിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സമയത്ത് ബിജിയേട്ടൻ പാട്ടുകൾ ഇനിയും ചെയ്യുന്നുണ്ടോയെന്നറിയില്ല. ഞാൻ കേട്ടത് 3 പാട്ടുകളുണ്ട്. അതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഒഴുകി ഒഴുകി പുഴയിലൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൊമാൻറ്റിക് സോങ്. അതെ, അത് ഹരിചരണും ശ്വേതയാണ് പാടിയിട്ടുള്ളത്. പിന്നെ അരുൺ ആലാട്ട് പാടിയൊരു സോങ് ഉണ്ട്, വിനീത് പാടി, ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 പാട്ടുകൾ ഉണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സമയത്ത് വർക്കിംഗ് വിത്ത് ലിയോയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കര കംഫർട്ടബിൾ ഡയറക്ടറല്ലേ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അല്ല, ഞാൻ ചോദിക്കുന്നത് വിനീതിന് ഏറ്റവും മലയാളത്തിലെ ഇപ്പം കത്തിയിരിക്കുന്ന യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ടോപ്പ് ഡയറക്ടേഴ്സും വന്ന് ഇതുണ്ടാവും. അതാണ് എനിക്ക് സർപ്രൈസ് തന്നെ. ഇപ്പോൾ പയ്യൻസ് എന്ന് പറയുന്ന ഒരു സിനിമ കഴിച്ച് ഇത്രയും വലിയൊരു ഗ്യാപ്പിൽ സിനിമ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ വിനീത് മനസ്സുകൊണ്ട് ചിന്തിക്കാറുണ്ടോ, പുള്ളി ഒരു ഹിറ്റൊക്കെ ആയിട്ട് വരട്ടെ എന്നിട്ട് ഞാൻ ഡേറ്റ് കൊടുത്താൽ മതിയോ, അതോ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇല്ല, ഞാൻ നേരെ തിരിച്ചാണ് ചിന്തിക്കാറുള്ളത്. എന്താ പറയുക, എനിക്ക് ഏറ്റവും കൂടുതൽ ഫയർ ഉണ്ടായിരുന്നത് വിജയേട്ടാ, എൻ്റെ സിനിമ തിയേറ്ററിൽ ഓടാതിരുന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫയർ ഉണ്ടായിരുന്നത്. തിയേറ്ററിൽ വിജയിക്കാണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫയർ ഉണ്ടായിരുന്നത്. എനിക്ക് സക്സസ് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഫയർ എനിക്ക് മനസ്സിലാവും. ഐ ഓൾസോ ബിലീവ് ഇൻ ദ സെയിം കോൺസെപ്റ്റ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്,
എപ്പോഴും ഒരാളുടെ ഫസ്റ്റ് സിനിമയിൽ അയാൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. അതെ, അത് ആക്ടിങ് ആണെങ്കിലും ഡയറക്റ്റിംഗ് ആണെങ്കിലും അയാളുടെ ബെസ്റ്റ് കൊടുക്കണം എന്ന് ഫയർ ഉണ്ട്. അതുകൊണ്ടാണ് ഐ ഓൾവേസ് പ്രിഫർ ടു വർക്ക് വിത്ത് ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സ്. ബിക്കോസ് അവർക്ക് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ, ഇപ്പം ലിജോ പല്ലിശ്ശേരി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ആമേൻ തൊട്ട് അല്ലെങ്കിൽ പണ്ട് തൊട്ടേ എല്ലാ കഥകളും ഡിസ്കസ് ചെയ്യുന്നു. ഞാൻ ഡബിൾ ബാരൽ ലിജോയുടെ ലൈഫിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിരുന്നു തിയേറ്ററിൽ. പക്ഷെ അത് കഴിയുമ്പോൾ ലിജോന്റെ ഉള്ളിൽ ആ ഫയർ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അതെ, അതുകൊണ്ടാണ് ഞാൻ ബിക്കോസ് ലിജോ ആയിട്ട് ഡെയിലി സംസാരിക്കുന്ന ആളാണ്. ലിജോയ്ക്ക് എങ്ങനെയെങ്കിലും നീഡ് ടു കം ബാക്ക് ഇൻ ലൈഫ് എന്നുള്ള ഒരു ഫയർ ഇതിലുണ്ടായിരുന്നു. അപ്പം ഈ സിനിമ എങ്ങനെയായാലും എന്തായാലും അപ്പം ലിജോയുടെ പിന്നെ രണ്ടാമത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അങ്കമാലിയിൽ തന്നെ ചെയ്യുന്ന സിനിമ ലിജോയുടെ അടുത്ത സ്ട്രെങ്ത് ആണ്. ബിക്കോസ് അങ്കമാലിക്കാരാണ്. അപ്പം പിന്നെ ഒന്നും നോക്കണ്ട, കൈ കൊടുത്തോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ലൈക്ക് ഐ തിങ്ക് ദ തോട്ട് പ്രോസസ് ഇസ് ദ സെയിം.